ബൈജു അമ്പലക്കരയുടെ വല്യേട്ടൻ 24 വർഷത്തിന് ശേഷം 4K രീതിയിൽ തിയേറ്ററിലെത്തുമ്പോൾ വല്യേട്ടനായി അഭിനയിച്ച മമ്മൂട്ടി അമ്പലക്കര കുടുംബത്തിൻ്റെ മൂത്ത ചേട്ടനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൈജു അമ്പലക്കര, അനിൽ അമ്പലക്കര ബ്രദേഴ്സ് രണ്ട് പേരും സിനിമ നിർമ്മാതാക്കളാണ്. ബൈജു അമ്പലക്കര ചെയ്ത സിനിമയിലൊന്നാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ പേരെടുത്ത സിനിമയാണ് വല്യേട്ടൻ. ഈ വല്യേട്ടൻ്റെ നിർമ്മാണത്തിൽ, വല്യേട്ടൻ്റെ കഥ തിരഞ്ഞെടുക്കുന്നതിൽ, അത് ചിത്രീകരണത്തിൽ, ഇതെല്ലാം ഷൂട്ടിങ്ങിൻ്റെ 4 ദിവസം മുമ്പ് മാത്രമാണ് നിർമ്മാതാവിന് ഇതിൻ്റെ കഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ രസകരമായ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് പറയുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സായി കുമാർ, ബൈജു അമ്പലക്കര ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്, ഒരുമിച്ച് പഠിച്ചവരാണ്. അതേപോലെ തന്നെ ഷാജി കൈലാസ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ബൈജു അമ്പലക്കരയുടെ. അപ്പോൾ ഇവർ തമ്മിൽ മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു പുതിയ സിനിമയെക്കുറിച്ച് വന്നത്. ആ സിനിമ ബൈജു അമ്പലക്കര നിർമ്മിക്കുമ്പോൾ ഷാജി കൈലാസ് സംവിധാനം ചെയ്യണം, രഞ്ജിത്ത് എഴുതണം നിർബന്ധമുണ്ടായിരുന്നു. അതിൽ തന്നെ സായികുമാർ ഇവരുടെ എല്ലാ സിനിമകളിലും ഉണ്ടാവും. അതുകൊണ്ട് പുതിയ സിനിമയുടെ വർക്ക് തുടങ്ങി. മമ്മൂട്ടിയാണ് പ്രധാന കഥാപാത്രമായി തീരുമാനിച്ചത്. അപ്പോൾ അതിനു മുമ്പ് ഇവർ ചെയ്ത 2 സിനിമകളുടെ സൂപ്പർ ഹിറ്റായിട്ട് പോയ സിനിമകളുടെ അത് മോഹൻലാലിന് വെച്ചാണത്. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു പടം, 3ാമത്തെ പടം ഇവരുടെ മോഹൻലാലിന് വേണ്ട, അത് മമ്മൂട്ടി ആയിരിക്കട്ടെ എന്നുള്ള തീരുമാനമാണ്. മമ്മൂട്ടിയെ തീരുമാനിച്ചപ്പോൾ തന്നെ ഷാജി കൈലാസും രഞ്ജിയും കൂടി ഒരു തീരുമാനമെടുത്തു. ഇനി നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ആ 2 സിനിമയ്ക്ക് മീതെ നിൽക്കാവുന്ന, മോഹൻലാലിനെ മീതെ നിൽക്കാവുന്ന ഒരു സിനിമയായിരിക്കണം മമ്മൂട്ടിയുടേത് എന്നുണ്ടാകും. അതിൻ്റെ പേരിൽ ഇവർ കഥയുണ്ടാക്കാനും കഥാപാത്രം ഉണ്ടാക്കാനും വളരെ ബുദ്ധിമുട്ടി. ഈ കാര്യം ബൈജുവിനറിയാം. അപ്പോൾ ഏകദേശം ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റ് തീരുമാനിച്ചിട്ടാണ് ഇവൻ്റെ വർക്കുകളെല്ലാം തുടങ്ങി വെച്ചപ്പോഴും കഥ ശരിയാവുന്നില്ല. അത് മാത്രമല്ല, നീണ്ടു പോകുന്നു. അത് ബുദ്ധിമുട്ടാണ്. അവസാനം രഞ്ജിത്ത് പറഞ്ഞാൽ തനിച്ചിരിക്കാമെന്ന് പറഞ്ഞ് രഞ്ജിത്തിരുന്നിട്ടും കഥ ശരിയാവുന്നില്ല. ഒടുവിൽ ഷാജി കൈലാസും രഞ്ജിത്തും കൂടി ഒരു തീരുമാനത്തിലെത്തുകയാണ്. എല്ലാം ശരിയായി. അത് അക്കാര്യം ബൈജു അമ്പലക്കരയോട് പറയുന്നു. എല്ലാം ശരിയായിട്ടുണ്ട്. ലൊക്കേഷൻ എവിടെയാണ്? അത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്പയാറിനടുത്താണ് ലൊക്കേഷൻ. അത് ഇവിടുത്തെ ഒരു വലിയ തറവാടാണ് ബാക്ക്ഗ്രൗണ്ട്. എന്നൊരു ഷൂട്ടിൽ തുടങ്ങേണ്ട ഒരു പരിപാടി. മമ്മൂട്ടി എല്ലാവരും വന്നിരിക്കുന്നു, മനോജക്കനും വന്നിരിക്കുന്നു, സായികുമാർ വന്നിരിക്കുന്നു, ശോഭന വന്നിരിക്കുന്നു. അങ്ങനെ നിരവധി പേര്, ആ സിനിമയായി ബന്ധപ്പെട്ട നിരവധി പേര്. അതായത് ഒരു മൂത്ത ചേട്ടനുണ്ട്, 4 സഹോദരന്മാരുണ്ട്. ഇതെല്ലാം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കഥ എന്താണെന്ന് അതുവരെ നിർമ്മാതാവിനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് വേറെ രസം വെച്ചാൽ, ബൈജു അന്ന് ഏറ്റവും പുതിയ ഒരു ബെൻസ് കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 3-4 മാസമേ ഓടിച്ചിട്ടുള്ളൂ. ആ ബെൻസ് കാറ് ഈ സിനിമയിലേക്ക് വേണമെന്ന് നിർബന്ധപൂർവ്വം ഷാജി കൈലാസ് പറയുന്നു. പക്ഷേ ബൈജു അത് കൊടുക്കുന്നില്ല. കാരണം 4 മാസമായിട്ടുള്ളൂ. അതിന് സിനിമയ്ക്ക് വേണ്ടി ഓടിച്ചിട്ട് അത് നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഷാജി പറയുന്നത് ഇത് വേണം. ഇത് മാത്രമല്ല, ആനകൾ വേണം. അപ്പോൾ അവിടെ ബൈജുവിൻ്റെ വീട്ടിൽ 2 ചെറിയ ആനകളും ഒരു വലിയ ആനയുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ 3 ആനകളുണ്ട്. ആനയും വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയം ബൈജുവിന് തോന്നി. ബൈജു ചോദിച്ചു, അത് എൻ്റെ ബെൻസ് കാറ് വേണം, എൻ്റെ ആനകൾ വേണം, പിന്നെ ഒരു ബ്രദേഴ്സും 4 സഹോദരന്മാരും എന്ന് പറഞ്ഞു. ഈ കഥ. അപ്പോൾ ഷാജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ കഥ തന്നെയാണ്. നിങ്ങളുടെ മൂത്ത ചേട്ടൻ ജയകുമാറിൻ്റെ കഥയാണ്. നിങ്ങളുടെ കുടുംബമാകുമ്പോൾ ഈ കഥ പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ബെൻസ് കാറ് വേണം, ആനകൾ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ബൈജുവിന് സ്വന്തം കുടുംബത്തിൻ്റെ കഥയാണെന്ന് മനസ്സിലായത്. കുടുംബത്തിൻ്റെ കഥയാണെന്ന് പറയുമ്പോൾ ഈ സിനിമ കാണുന്ന നിങ്ങൾക്കറിയാലോ. ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ ബേഴ്സ് സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന വല്യേട്ടൻ അതുതന്നെയായിരുന്നു ഇവരുടെ ബൈജുവിൻ്റെയും അനിൽ അമ്പലക്കരയുടെയും മൂത്ത ചേട്ടനായ ജയകുമാർ എന്നുള്ള ജ്യേഷ്ഠൻ. വാതേ മുണ്ട് മടക്കി കുത്തി സഹോദരർക്ക് വേണ്ടി ജീവിതം, സഹോദരന്മാർക്ക് ബലിയർപ്പിച്ചെന്ന് പറയാം. അങ്ങനെയുള്ള ജയകുമാറാണ് അതിലെ വല്യേട്ടനായിട്ട് പറഞ്ഞ കഥ. ആ വല്യേട്ടനെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് എന്ന് പറയാം.
അങ്ങനെയാണ് ഇതിൻ്റെ കഥയുടെ തുടക്കവും തിരക്കഥയും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സിനിമ ചിത്രീകരിക്കുമ്പോൾ ഏകദേശം 10-35 ദിവസമാണ് ഇവരുടെ തറവാടായി കാണിച്ച തൃപ്പയാറിനടുത്തുള്ള വലിയ തറവാട് 35 ദിവസത്തോളം ആ തറവാട് ചിത്രീകരിക്കേണ്ടി വന്നു എന്നായിരിക്കണം. ഓരോ ദിവസവും പിന്നിടുമ്പോൾ ചർച്ച എന്തായിരുന്നു, ഇത് ഒരു കാരണവശാലും മോഹൻലാൽ സിനിമയുടെ താഴെ വരാൻ പാടില്ല. ആ ഒരു ആങ്സൈറ്റി മമ്മൂട്ടിക്കുണ്ടായിരുന്നു. മമ്മൂട്ടിയും പറഞ്ഞു, മക്കളെ അനിയന്മാരെ, നിങ്ങൾ വാശിയോടെ എടുക്കുന്നു, ഞാനും വാശിയോടെ ചെയ്യുന്നു. ഞാൻ ഈ കഥാപാത്രത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ഒരു കാരണവശാലും മോഹൻലാൽ സിനിമയുടെ താഴെ പോകാൻ പാടില്ല എന്നുള്ള ഒരു ചർച്ചാ വിഷയത്തോടെ, മോഹൻലാലിനെ മോശമായിട്ടൊന്നുള്ളതല്ല, ഇവർ മോഹൻലാലിനെ മാറ്റി നിർത്തി മമ്മൂട്ടിയെ പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷണം വിജയിക്കണമെന്നൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു. മാത്രമല്ല ബൈജുവിനെ സംബന്ധിച്ചായാലും ഓടെ നിൽക്കുന്ന അനിൽ അമ്പലക്കരയായാലും ഇത് തങ്ങളുടെ ചെമൂത്ത് വല്യേട്ടൻ്റെ കഥയാണ്. ആ വല്യേട്ടൻ്റെ കഥ പറയുമ്പോൾ അതിന് എല്ലാവിധ പ്രൗഢിയോടും കൂടി അത് തിയേറ്ററുകളിലും ഒരു സൂപ്പർ ഹിറ്റായി മാറണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരത് ചെയ്തത്. ഒരു കുറവും അവർ വരുത്തിയിട്ടില്ല എന്നാലോചിക്കണം. ആ കുറവും വരുത്തിയിട്ടില്ല. 2000 ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ പ്രതീക്ഷിക്കാത്തത്ര രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു കളക്ഷൻ മാത്രമല്ല, ഗംഭീരമായിട്ടുള്ള അഭിപ്രായം നേടാൻ കഴിഞ്ഞു. അവിടെ വല്യേട്ടൻ തരംഗം തന്നെ ഉണ്ടായി എന്നാലോചിക്കണം. കാരണം അന്ന് മുതലാണ് ശരിക്കും ഈ മമ്മൂട്ടിയെ എല്ലാവരും വല്യേട്ടൻ എന്നുള്ള ബഹുമതിയോടെ സ്വീകരിച്ചതെന്നാലോചിക്കണം. ആ സിനിമ പല പ്രാവശ്യം ചാനലുകളിലായാലും തിയേറ്ററിലായാലും ജനം കണ്ടവരാണെന്നാലോചിക്കണം. അതിൻ്റെ പേരിൽ ചിലർ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും വിവാദങ്ങളാണ് വില പോയില്ല. അതിൻ്റെ തനിമയോടെ ആ വല്യേട്ടൻ ഇപ്പോഴും, അതായത് 24 വർഷമായിട്ടും ഒരു ഫ്രഷ്നെസ് അനുഭവത്തോടെ വല്യേട്ടൻ നിൽക്കുകയാണ്. ആ വല്യേട്ടനാണ് ഇപ്പോൾ 29-ാം തീയതി 140 തിയേറ്ററുകളിൽ ആ വല്യേട്ടൻ വരാൻ പോവുകയാണ്. എല്ലാവിധ ശബ്ദ ദൃശ്യ പുതുമകളോടെ, ഇപ്പോൾ 4Kയുടെ കാര്യം, ആ ദൃശ്യത്തോടുകൂടി ഈ വല്യേട്ടൻ വരുന്നു. അതിൻ്റെ എല്ലാ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ പുതിയ മാറ്റങ്ങളോടെയാണ് 29-ാം തീയതി ഇവിടെ എത്തുന്നത്. മമ്മൂട്ടി ഏറെ സന്തോഷവാനാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ മമ്മൂട്ടി തൻ്റെ പുതിയ ഈ വല്യേട്ടന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തന്നെ, ഈ വല്യേട്ടനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ പേജിൽ പുതിയ വല്യേട്ടനെക്കുറിച്ച് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. അങ്ങനൊരു വല്യേട്ടൻ്റെ ശബ്ദ തരംഗത്തോടെ, ദൃശ്യ തരംഗത്തോടു കൂടി ഈ 29-ാം തീയതി വരുമ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടി മമ്മൂട്ടി ഫാൻസും മമ്മൂട്ടിയുടെ മകൻ ദുൽഖറിൻ്റെ ഫാൻസും അടക്കമുള്ളവർ ഈ സിനിമയുടെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് അറിയാൻ കഴിഞ്ഞിടത്തോളം 29-ാം തീയതി അതിരാവിലെ തന്നെ മമ്മൂട്ടിയുടെ മുമ്പത്തെ ആദ്യത്തെ സിനിമകളൊക്കെ വെളുപ്പിന് 6 മണിക്ക് തുടങ്ങിയതുപോലെ തിയേറ്ററുകൾ വളരെ നേരത്തെ തന്നെ ഈ സിനിമ കാണാൻ വേണ്ടി, പുതിയ രീതിയിൽ കാണാൻ വേണ്ടിയിട്ടുള്ള അരങ്ങ് ഒരുക്കി, ശബ്ദത്തോടുക്കി, ആട്ടും പാട്ടുമെല്ലാം മമ്മൂട്ടി ഫാൻസ് കൂടി വരാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും കുറേ കാലത്തിന് ശേഷം മമ്മൂട്ടിയുടെ ഉത്സവ പ്രതീതി ജനിപ്പിക്കുന്ന ഒരു സിനിമയായി വല്യേട്ടൻ മാറിയിരിക്കുന്നു. അതിൻ്റെ തിരക്കിൽ തന്നെയാണ്, അതായത് മുൻപ് സിനിമ നിർമ്മിച്ചതിനേക്കാൾ കൂടുതൽ ടെൻഷൻ എടുത്ത ശക്തിയോടെ തന്നെയാണ് ബൈജു അമ്പലക്കര ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കി. ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇടുമ്പോൾ തന്നെ ബൈജുവുമായി സംസാരിച്ചപ്പോൾ ഇതിൻ്റെ ഓട്ടത്തിൽ തന്നെയാണ് ബൈജു. അതിൻ്റെ വിശദ വിവരങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. എന്തായാലും 29, അതായത് മറ്റന്നാൾ ഈ സിനിമ നിങ്ങൾക്ക് ശബ്ദ ദൃശ്യ സുഖകരമായി കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയും.